ഹലോ. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിച്ച് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉന്മേഷമാണല്ലോ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില സാങ്കേതിക കാരണങ്ങളാലാണ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് കക്കയിറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കക്കയിറച്ചി മേടിച്ച് നമ്മളെന്ത് വിചാരിച്ചു, ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് നമ്മൾ പൊടികൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചട്ടിയെല്ലാം അടുപ്പത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി സവാളയും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, എൻ്റെ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീണ്ടും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലെ കക്ക ഫ്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ നമ്മൾ വഴറ്റി എടുക്കണം. അതിൻ്റെ സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ വഴന്ന് പെട്ടെന്ന് കിട്ടും. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ചുവ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാക്കൊത്തും നമ്മൾ ഇടാം. തേങ്ങാക്കൊത്തും ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് കക്ക ഫ്രൈയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെയൊക്കെ അടുത്ത് ഇതിനെ കക്ക എന്നാണോ പറയണത്, എന്താ പറയണതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലൊരു മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് മല്ലിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. ഏത് കറിക്കായാലും മല്ലിപ്പൊടി കൂടുതൽ നമുക്ക് കൊഴുപ്പ് കിട്ടാനും നല്ലൊരു ഇതായിട്ടിരിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ചിക്കൻ മസാല അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എന്തോരം ഇടുന്ന അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നല്ല മഞ്ഞളാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ആ ഉള്ളിയിലേക്ക് അതിൻ്റെ ആ അരപ്പും കാര്യങ്ങളെല്ലാം നല്ലപോലെ പിടിക്കണം. പിന്നെ അപ്പോൾ ഇതേ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മളത് മിക്സ് ചെയ്ത്, കാരണം ആ പച്ചമയം ഒന്ന് മാറിക്കിട്ടണം. പച്ചമയം മാറിക്കിട്ടിയെങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പച്ചമയം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമുക്ക് ഇറച്ചി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നത് കുഞ്ഞു കക്കയാണ്. അപ്പോൾ ഒരുപാട് നേരം എടുത്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ കഴുകി എടുത്ത് നമ്മൾ പിഴിഞ്ഞു കൊടുക്കും. കാരണം ഓൾറെഡി അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം കൂടെ അതിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ വേണ്ടി കിട്ടിയോളും. പിന്നെ വേണമെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, കുറച്ച് വ്യവഹാരമാകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ കക്കയിറച്ചിയും ചോറും മുട്ട ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും. ഇഷ്ടമില്ലാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് വിനോദിനി.